ഹായ്, അതെ, ഞാനൊരു ഫോട്ടോ ഇവിടെ ആഡ് ചെയ്തിട്ടുണ്ട്. ഈ ഫോട്ടോസ് നിങ്ങളെല്ലാവരും ഒരു തവണയെങ്കിലും കണ്ടിട്ടുണ്ടാവും. അല്ലെങ്കിൽ ഞാനിതാ ഒരു ചാറ്റിൻ്റെ സ്ക്രീൻഷോട്ടും കാണിച്ചു തന്നിട്ടുണ്ട്. ഡി അഡിക്ഷൻ സെൻറ്ററിൽ വർക്ക് ചെയ്യുമ്പം വലിയ കാര്യമായിട്ട് ഹായ് അമ്മിയെ സുഖമല്ലേ എന്ന് ചോദിച്ചില്ലെങ്കിലും ഈ മെസ്സേജ് എനിക്ക് വരും. വല്ല മരുന്നും അയച്ചു തരുമോടി ഈ പരിപാടി ഒന്ന് നിർത്താനെന്ന്. ഓക്കെ, അപ്പം ഇന്നത്തെ ടോപ്പിക് എന്താണെന്ന് വെച്ചാൽ, മരുന്ന് കുടിച്ചിട്ടുണ്ടെങ്കിൽ മദ്യപാനം, ഡ്രഗ്സ് പോലെയുള്ള കാര്യങ്ങൾ നിർത്താൻ പറ്റുമോ? അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ മരുന്നിൻ്റെ പ്രിസ്ക്രിപ്ഷൻ അന്വേഷിച്ച് നടക്കുന്ന ആൾക്കാരുണ്ട്, മരുന്ന് വാങ്ങി കുടിക്കുന്ന ആൾക്കാരുണ്ട്, അല്ലെ നമ്മുടെ ചേച്ചിമാർ പൊടി കലക്കി കൊടുക്കുന്ന ടീമുണ്ട്. ആദ്യം തന്നെ എനിക്ക് പറയാനുള്ളത്, ഒരു മരുന്ന് കൊണ്ടും ഒരാളുടെ കുടിയോ വലി പോലെയുള്ള കാര്യങ്ങൾ നിർത്താൻ പറ്റില്ല. അപ്പം മരുന്ന് എന്തിനാ? ഇപ്പോൾ ഞങ്ങളുടെ ട്രീറ്റ്മെൻറ്റ് സെൻറ്ററിൽ വരുന്ന പേഷ്യൻസിന് ഞങ്ങൾ മരുന്ന് കൊടുക്കുന്നുണ്ട്. മരുന്ന് കൊടുക്കുന്നത് ഒരു ട്രീറ്റ്മെൻറ്റിൻ്റെ സ്റ്റാർട്ടിംഗ് സ്റ്റേജിലാണ്, എന്ന് വെച്ചാൽ ഡീടോക്സിഫിക്കേഷൻ സ്റ്റേജിൽ. ലഹരി ഉപയോഗിച്ച് ലഹരിക്ക് അഡിക്റ്റ് ആയിട്ട് വരുന്ന ഒരാൾക്ക് പെട്ടെന്ന് ഇത് കിട്ടാണ്ട് വരുമ്പോൾ അയാൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ കൺട്രോൾ ചെയ്യാൻ വേണ്ടി മരുന്ന് കൊടുക്കും. ഇനി ഇത് ഉപയോഗിച്ചത് കൊണ്ട് അവർക്ക് എന്തെങ്കിലും തരത്തിലുള്ള ശാരീരിക മാനസിക അസുഖങ്ങൾ ഉണ്ടെങ്കിൽ, എന്ന് വെച്ചാൽ ഇപ്പോൾ ലിവർ ഡിസീസോ അല്ലെങ്കിൽ വൈറ്റമിൻ ഡിഷ്യൂസോ അങ്ങനെ എന്തെങ്കിലും കാരണങ്ങളുണ്ടെങ്കിൽ അതിനും ടാബ്ലറ്റ്സ് കൊടുക്കും. പിന്നെ നമ്മുടെ ക്രേവിങ് കൺട്രോൾ ചെയ്യാനുള്ള ടാബ്ലറ്റ്സ് കൊടുക്കും. ഇതല്ലാണ്ട് പ്രത്യേക ഒരു ടാബ്ലറ്റ്സും ഈ അസുഖം മാറാൻ ഇന്ന് വരെ കണ്ടുപിടിച്ചു. നമുക്ക് ആകെ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നല്ലൊരു ഡി അഡിക്ഷൻ സെൻറ്ററിൽ കൊണ്ടുപോയി ആക്കുക. അവിടെ ഈ മരുന്നും അതിൻ്റെ കൂടെ അവിടുത്തെ കൗൺസിലേഴ്സിൻ്റെയും സൈക്കോളജിസ്റ്റിൻ്റെയും കൗൺസിലിങ്ങും അവയർനെസ് ക്ലാസ്സും അയാളുടെ അവസ്ഥയെക്കുറിച്ച് അയാൾക്ക് പറഞ്ഞ് മനസ്സിലാക്കുക, അയാളുടെ പ്രശ്നങ്ങൾ കേൾക്കുക, അയാളുടെ പ്രശ്നങ്ങൾ സോൾവ് ചെയ്യുക, അയാളുടെ ഫാമിലിക്ക് ഒരു അവയർനെസ് കൊടുക്കുക. ഇത്രയും കാര്യങ്ങളുടെ കൂടെ മരുന്നും കൂടി ഉണ്ടെങ്കിലേ നമുക്ക് ഈ ട്രീറ്റ്മെൻറ്റ് മാറ്റാൻ പറ്റും. അല്ലാണ്ട് മരുന്ന് കുടിച്ച് കുടി നിർത്താമെന്നുള്ളൊരു പ്ലാനിങ്ങോ അല്ലെങ്കിൽ ചിന്തയോ നിങ്ങളുടെ ഉള്ളിലുണ്ടെങ്കിൽ വർക്കൗട്ട് ആവില്ല കേട്ടോ. ഇത്രയും കാര്യങ്ങളും അതിൻ്റെ കൂടെ ലഹരി ഉപയോഗിക്കുന്ന ആൾക്കാർക്ക് നിർത്താനും ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ നമുക്കൊരു എക്സ്റ്റെൻറ്റ് വരെ കുടി നിർത്താൻ പറ്റും. അല്ലാണ്ട് മരുന്ന് കുടിച്ചുകൊണ്ട് നാളൊരു സുപ്രഭാതത്തിൽ അയാളുടെ കുടിയൊന്നും നിന്ന് പോലെ. ഓക്കെ.